Travancore. നമസ്കാരം. ബാർക്കോഴയിലെ പുതിയ ആരോപണം, അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിലപാടെടുക്കുകയാണ് സംസ്ഥാന സർക്കാർ. അന്വേഷണത്തിന് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിക്കുന്നു. ഒപ്പം വിജിലൻസ് അന്വേഷണവും മുന്നോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ബാർക്കോഴ ആരോപണം പുതിയ വിവാദങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള ആലോചനയുണ്ട്. ഒപ്പം 6ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 6ാം ഘട്ടം അത് പുരോഗമിക്കുന്നു. പ്രമുഖരായിട്ടുള്ള ആളുകൾ മത്സരരംഗത്തുണ്ട്. ഈ വാർത്തകളിലേക്കൊക്കെ വിശദമായി നമുക്കെത്താം. നോക്കാം ഈ ദിവസത്തെ പകൽ വാർത്തകളിൽ തലക്കെട്ടുകൾ. ബാർക്കോഴ ആരോപണത്തിൽ അന്വേഷണത്തിന് പ്രത്യേക ക്രൈംബ്രാഞ്ച് സംഘം. ഡിവൈഎസ്പി ബിനു അന്വേഷിക്കും. മേൽനോട്ടം SP മധുസൂദനന്. MP രാജേഷിന്റെ തൃത്താലയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്ന സിറോ മലബാർ സഭ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വിധി എഴുതുന്നത് 58 മണ്ഡലങ്ങൾ. വോട്ട് രേഖപ്പെടുത്തി രാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖർ. അരവിന്ദ് കെജ്രിവാളിനെ ചാൾസ് ശോഭരാജിനോട് ഉപമിച്ച പ്രധാനമന്ത്രി. കെജ്രിവാളിന്റെ അഭിമുഖമെടുത്ത് മാധ്യമങ്ങൾ ആഘോഷമാക്കുന്നുവെന്ന് വിമർശനം. ശക്തമായ പ്രതിപക്ഷത്തിന്റെ അഭാവം വലിയ നഷ്ടമാണെന്നും ന്യൂസ് 18 അഭിമുഖത്തിൽ നരേന്ദ്രമോദി. കാസർഗോഡ് 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയുമായി തെളിവെടുപ്പ്. കയ്യേറ്റം ചെയ്ത നാട്ടുകാർ. ലാത്തിവീശി പോലീസ്. മോഷണമായിരുന്നു ലക്ഷ്യമെന്ന് മൊഴി. ബഹളം വെച്ച കുട്ടിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന് പ്രതി. കൊച്ചി അവയവ കടത്ത് കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് സജിത്ത്. സാബിത്തിന്റെ അക്കൗണ്ടിലേക്ക് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാട്. പരിശോധന ഹൈദരാബാദിലേക്കും ബംഗളൂരുവിലേക്കും. സംസ്ഥാനത്ത് മഴ തുടരുന്നു. തിങ്കളാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു. തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ ഓഫീസിലേക്ക് BJP മാർച്ച്. വഴി തെറ്റിച്ച് ഗൂഗിൾ മാപ്പ്. കോട്ടയത്ത് കാർ തോട്ടിൽ വീണു. അപകടം കുറുപ്പന്തറ കടവിൽ. യാത്രക്കാർ രക്ഷപ്പെട്ടു. കാർ കരയ്ക്ക് കയറ്റി നാട്ടുകാർ. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കേസെടുത്ത പോലീസ്. നടപടി കർഷകൻ നൽകിയ പരാതിയിൽ. പാരിസ്ഥിതിക എഞ്ചിനീയറെ സ്ഥലം മാറ്റി. നടപടി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റേത്. ന്യൂസ് 18 വാർത്ത ഫലം കണ്ടു. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതയ്ക്ക് ആശ്വാസം. ചികിത്സാ സഹായത്തുക നൽകി കാറടുക്ക സൊസൈറ്റി. 1 ലക്ഷം ചോദിച്ചപ്പോൾ ആദ്യം നൽകിയിരുന്നത് 5000 രൂപ. വാർത്ത വന്നപ്പോൾ 1 ലക്ഷവും നൽകി തടി തപ്പി. ബാർക്കോഴ ആരോപണം തന്നെയാണ് ഏറ്റവും പ്രധാനം ഇന്നത്തെ പകൽ വാർത്തകളിൽ. ആ ആരോപണം അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് സർക്കാർ. SP മധുസൂദനന്റെ മേൽനോട്ടത്തിൽ ഡിവൈഎസ്പി ബിനു ആയിരിക്കും അന്വേഷിക്കുക. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ആരോപണം ഇപ്പോൾ ഉയർന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്ന ആക്ഷേപവും സർക്കാർ ഉയർത്തുന്നു.
വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമെന്നാണ് സൂചന. ബാർകോഴ ആരോപണം ചർച്ചയാകുന്നതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി തിരിച്ചറിഞ്ഞാണ് സർക്കാരിന്റെ നീക്കം. ഇന്നലെ ആരോപണമുണ്ടായതിന് തൊട്ടു പിന്നാലെ എക്സൈസ് മന്ത്രി തന്നെ രംഗത്തെത്തി വിശദീകരണം നൽകി. മന്ത്രിയുടെ രാജി ആവശ്യമടക്കം തള്ളിയെങ്കിലും വിവാദമുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി മുന്നിൽ കണ്ട് തുടർ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് സർക്കാർ. മന്ത്രി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. SP മധുസൂദന്റെ നേതൃത്വത്തിൽ DYSP ബിനു ആരോപണം അന്വേഷിക്കും. ശബ്ദലേഖനം ഇപ്പോൾ പുറത്തായതിനു പിന്നിൽ ഗൂഢാലോചന സർക്കാർ സംശയിക്കുന്നു. ഇക്കാര്യം കൂടി അന്വേഷണ പരിധിയിൽ വരും. ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട മന്ത്രി DGPക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. ഇത് ഞങ്ങളെ ഗവൺമെന്റിനെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇത് ഏതോ കോണുകളിൽ നിന്ന് പടച്ചുണ്ടാക്കിയ നുണക്കഥ മാത്രമാണ്. പോലീസ് അന്വേഷണത്തിന് പുറമെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചേക്കും. ഇന്നലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് യോഗം വിവാദത്തെ തുടക്കത്തിൽ തന്നെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ തീരുമാനമെടുത്തിരുന്നു. മദ്യനയത്തിലെ മാറ്റങ്ങൾ മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് CPM വിശദീകരിക്കുന്നുണ്ടെങ്കിലും ഇളവുകൾ നൽകാനുള്ള ചർച്ചകൾ മുന്നണി തലത്തിലും സർക്കാർ തലത്തിലും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ചില ഇളവുകൾ നൽകാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ടു പോയേക്കും. ഡ്രൈ ഡേ പിൻവലിക്കാനുള്ള ആലോചനയിൽ ഇടതുമുന്നണിയിൽ തന്നെ ഭിന്നതയുണ്ടായിരുന്നെന്നാണ് സൂചന. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി CPMന് പരിഗണിക്കേണ്ടി വരും. ഇതിനിടെ സർക്കാരിന് ലഭിച്ച ഓമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മദ്യനയത്തിലെ മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥരും ബാർ ഉടമകളും തമ്മിൽ വിലപേശൽ നടന്നിരുന്നുവെന്നാണ് ആക്ഷേപം. ന്യൂസ് 18 തിരുവനന്തപുരം. ബാർക്കോഴ ആരോപണങ്ങൾക്കിടെ സർക്കാരിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് UDF. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ യോഗം തുടരുകയാണ്. പ്രതിഷേധ പരിപാടികൾക്ക് യോഗം രൂപം നൽകും. എക്സൈസ് മന്ത്രിയുടെ രാജി ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഡാൻ കുര്യൻ ചേരുന്നു വിവരങ്ങളുമായി. ഡാൻ, ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ അതിലേക്ക് എത്തിക്കുന്നു സർക്കാർ, ഒപ്പം വിജിലൻസ് അന്വേഷണവും. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? എന്തോ UDF ഏകോപന സമിതി യോഗം രാവിലെ 11 മണിക്ക് ആരംഭിച്ച യോഗം ഇപ്പോഴും തുടരുകയാണ്. ബാർക്കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം സർക്കാരിനെതിരായ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളാണ് UDF ഏകോപന സമിതി യോഗത്തിൽ കന്റോൺമെന്റ് ഹൗസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി 10-ാം തീയതി നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ്. നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പും തുടങ്ങിയതിന് ശേഷവും ഏത് തരത്തിലായിരിക്കണം ഈ വിവാദം രാഷ്ട്രീയമായി ഉപയോഗിക്കേണ്ടത് എന്ന കാര്യം തന്നെയാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത്. ഇന്ന് തൃത്താലയിലെ MP രാജേഷ് എംപിയുടെ MLA വസതിയിലേക്ക്, അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് അടക്കം മാർച്ച് നടത്തുന്ന തരത്തിൽ പ്രതിഷേധം കോൺഗ്രസ് സംഘടിപ്പിച്ചിരുന്നു. അതിനു പുറമെ UDFന്റേതായി സംസ്ഥാന വ്യാപകമായി ഇതിനെ ഒരു പ്രചാരണ വിഷയമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് എക്സൈസ് മന്ത്രി കൂടിയായ MP രാജേഷ് ഇന്ന് യൂറോപ്പിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ നിശ്ചയിച്ച യാത്രയാണ് അദ്ദേഹം നടത്തുന്നത് എങ്കിലും അതിനെയും രാഷ്ട്രീയ പ്രചാരണായുധമാക്കി മാറ്റുകയാണ് UDF. സ്വാഭാവികമായി എക്സൈസ് മന്ത്രിയുടെ രാജി എന്ന ആവശ്യം ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനുമൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞു. അതിന്റെ പേരിൽ പ്രത്യക്ഷ സമര പരിപാടികൾക്കായിരിക്കും ഇന്ന് ആഹ്വാനം ചെയ്യുക. 3 മണിക്ക് UDF കൺവീനർ MM ഹസൻ KPCC ആസ്ഥാനത്ത് വെച്ച് അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. എൽദോ ഡാൻ, ഒപ്പം തന്നെ ഈ UDF ഏകോപന സമിതി യോഗത്തിൽ ഈ മറ്റ് വിവാദങ്ങളിലേക്ക് കടന്നു. അതായത് UDFനുള്ളിലത്തെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും K സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ കോൺഗ്രസിലെ മുറുമുറുപ്പ്, അതിനെ സമവായത്തിലെത്തിക്കാൻ, മറികടക്കാനുള്ള നീക്കം മുസ്ലിം ലീഗ് നടത്തുമെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ വിഷയം ഇന്ന് യോഗത്തിൽ ഉന്നയിക്കപ്പെടുമെന്നൊക്കെ കരുതിയിരുന്നു. അത്തരത്തിലുള്ള ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇന്ന് അത്തരം ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. അദ്ദേഹം ഇന്നലെ തന്നെ കണ്ണൂരിലേക്ക് പോകാനിരുന്നതാണ്. ലീഗ് നേതൃത്വത്തിന്റെ അടക്കം ആവശ്യം മാനിച്ചാണ് അദ്ദേഹം ഇന്ന് രാവിലത്തേക്ക് യാത്ര മാറ്റിയത്. 11 മണിക്ക് കന്റോൺമെന്റ് ഹൗസിൽ എത്തിയതിനു ശേഷം ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ തുടർന്നത്. തുടർന്ന് 12 മണിക്ക് കണ്ണൂരിലേക്ക് പുറപ്പെടുന്നതിനോട് വിമാനമാർഗം പോകുന്നതിനോട് അദ്ദേഹം നേരത്തെ തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷന്റെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരമൊരു ചർച്ചകളിലേക്ക് UDF ഏകോപന സമിതി ഇനി കടക്കുകയുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കങ്ങൾ
അത് സർക്കാരിനെതിരായ തുടർ സമര പരിപാടികളെ പ്രതികൂലമായി ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത സ്വാഭാവികമായി UDF ഏകോപന സമിതിയിൽ ഉണ്ടാകും. നേതാക്കൾ ഒറ്റക്കെട്ടായി മുമ്പോട്ട് നീങ്ങണമെന്ന ആവശ്യം ഘടകകക്ഷി നേതാക്കൾ തന്നെ നേരത്തെ മുമ്പോട്ട് വെച്ചതുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഐക്യത്തോടെ മുമ്പോട്ട് പോകേണ്ടതിന്റെ അനിവാര്യത സ്വാഭാവികമായി യോഗത്തിൽ ചർച്ചയിൽ ഉരുത്തിരിയാൻ തന്നെയാണ് സാധ്യത. എന്തോ റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ബാർക്കോഴയിലെ പുതിയ ആരോപണത്തിൽ കടുത്ത നിലപാടിലേക്ക് കടക്കാൻ, പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് UDF എത്തുമെന്നാണ് കരുതേണ്ടത്. UDF ഏകോപന സമിതി യോഗം അത് തിരുവനന്തപുരത്ത് തുടരുകയാണ്. ബാർക്കോഴ ആരോപണത്തിൽ മന്ത്രി MP രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് MLAയുടെ ഓഫീസിലേക്ക് തൃത്താലയിൽ മാർച്ച് നടത്തി. കൂറ്റനാട് ടൗണിൽ നിന്ന് പ്രകടനമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ MLA ഓഫീസ് പരിസരത്ത് ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. അറസ്റ്റ് ചെയ്ത് നീക്കിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ കൊണ്ടുപോകുന്നതിനിടെ പോലീസ് വാൻ പ്രവർത്തകർ തടയുന്ന സാഹചര്യമുണ്ടായി. തുടർന്ന് പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന് 6ാം ഘട്ടം. Political Grand Finale, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 6ാം ഘട്ടത്തിൽ ഭേദപ്പെട്ട പോളിംഗ് 1 മണിവരെ 35% പോളിംഗ് രേഖപ്പെടുത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, വിദേശകാര്യമന്ത്രി S ജയശങ്കർ, കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധി, ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ വോട്ട് രേഖപ്പെടുത്തി. यही तो होता है, हम अपने सारे गिले शिकवे एक साइड करके हम अपने संविधान के लिए, अपने लोकतंत्र के लिए हम अपना वोट दे रहे हैं और मुझे इस बात पर गर्व है, This is the festival of democracy, celebration of the rights of the sovereignty of the people of India. So it's a great feeling to be a part of it. Thank you very much. सर, मैं मानता हूं कि ये देश जितनी जल्दी हम आशा कर रहे हैं, उससे पहले ही विश्व की बड़ी ताकत बन के उभरेगा. और ये चुनाव जो है, ये तो लोकतंत्र का त्योहार है. जो सार्वभौमिक सत्ता है, हमें याद दिलाता है कि सार्वभौमिक सत्ता का स्रोत इस देश का साधारण नागरिक है. और इसमें गर्व की अनुभूति होती है कि हम इस लोकतंत्र का हिस्सा हैं. हम इस जो आम बिल्कुल साधारण व्यक्ति की जो अधिकार है, हम उसका त्योहार मना रहे हैं. ഡൽഹിയിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കാൻ ലഫ്റ്റനന്റ് ഗവർണർ പോലീസിനെ ഉപയോഗിക്കുന്നുവെന്ന ആരോപണവുമായി ആം ആദ്മി പാർട്ടി രംഗത്തെത്തി. എന്നാൽ ആരോപണം ലഫ്റ്റനന്റ് ഗവർണർ നിഷേധിച്ചു. ER രാഗേഷാണ് ചേർന്നത്. രാഗേഷ്, ആദ്യം ഈ ഇത്തരത്തിലൊരു ആരോപണത്തിന്റെ സാഹചര്യം എന്താണ്? എൽദോ, ആരോപണം ആം ആദ്മി പാർട്ടിയാണ് ഉന്നയിച്ചത്. കാരണം ആം ആദ്മി പാർട്ടി ഉന്നയിക്കുന്നത് ഇന്ത്യ സഖ്യത്തിന്, കാരണം ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും അവിടെ സഖ്യമായാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ സഖ്യത്തിന് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ പോലീസിനെ ഉപയോഗിച്ച് ലഫ്റ്റനന്റ് ഗവർണർ ഇത്തരത്തിൽ വോട്ടെടുപ്പ് മന്ദഗതിയിലാക്കാൻ നീക്കം നടത്തുമെന്ന ആരോപണമായി ആം ആദ്മി പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് രംഗത്തെത്തിയത്. പക്ഷേ ലഫ്റ്റനന്റ് ഗവർണർ അത് നിഷേധിച്ചുകൊണ്ട്, LGയുടെ ഓഫീസ് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വന്നു. അതായത്
പോലീസിനെ പഴിചാരി കേന്ദ്രത്തിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ആ ആരോപണം തെറ്റാണെന്ന പ്രതികരണം ലഫ്റ്റനന്റ് ഗവർണറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. സമാനമായൊരു പ്രതിഷേധം ജമ്മു കശ്മീരിലും നടക്കുന്നുണ്ട്. കാരണം ജമ്മു കശ്മീരിൽ അനന്ത്നാഗ് രജൌരി മണ്ഡലത്തിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അവിടെ PDPയുടെ സ്ഥാനാർത്ഥി മെഹബൂബ് മുഫ്തിയാണ്. മെഹബൂബ് ആരോപിക്കുന്നത് PDPയുടെ പോളിംഗ് ഏജന്റുമാരെയൊക്കെ തന്നെ കസ്റ്റഡി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരെ വിട്ടയക്കണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് മെഹബൂബ. ഒപ്പം തന്നെ സമാനമായ ആരോപണം അവിടെ വോട്ടിംഗ് മന്ദഗതിയിലാക്കാൻ നീക്കം പോലീസ് നടത്തുന്നുവെന്ന ആരോപണം മെഹബൂബ് മുഫ്തിയും ഉന്നയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡൽഹിയിലും കശ്മീരിലും സമാനമായ ആരോപണം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത് ഒഴിച്ചു നിർത്തിയാൽ കാര്യമായ സംഘർഷങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് ഇന്ന് ഡൽഹി അടക്കമുള്ള പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോൾ പല പ്രധാനപ്പെട്ട നേതാക്കളും VVIPകളും ഇന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ തുടങ്ങിയവർ ഡൽഹിയിൽ വോട്ട് രേഖപ്പെടുത്തി. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ചെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒപ്പം കേന്ദ്രമന്ത്രിമാർ, പ്രത്യേകിച്ച് വിദേശകാര്യമന്ത്രി S ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഡൽഹി ഈ 6ാം ഘട്ടത്തിൽ ഏറെ നിർണായകമായ ഒരു സംസ്ഥാനമാണ്. പ്രത്യേകിച്ച് അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശത്താണ് വോട്ടെടുപ്പ് നടക്കുന്നത്. കാരണം മുൻകാലങ്ങളിലെ രാഷ്ട്രീയ എതിർപ്പുകളൊക്കെ തന്നെ മാറ്റിവെച്ചുകൊണ്ട് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായി മത്സരിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഡൽഹിക്കുണ്ട്. അപ്പോൾ എങ്ങനെ നേതാക്കൾ തമ്മിലൊരു ഐക്യം താഴെത്തട്ടിൽ ഉണ്ടായിട്ടുണ്ടോ, വോട്ടർമാർക്കിടയിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും BJPയെ സംബന്ധിച്ചും ഏറെ നിർണായകം തന്നെയാണ് ഡൽഹിയിലെ ജനവിധി. ഹരിയാനയിലും നിർണായകമായ സീറ്റുകളിൽ വോട്ടെടുപ്പ് നടക്കുന്നു. കാരണം 10 സീറ്റുകളിലാണ് ഹരിയാനയിൽ കഴിഞ്ഞ തവണ മുഴുവൻ സീറ്റിലും വിജയിച്ചത് BJP ആണ്. അവിടെ ആ ഒരു വോട്ട് ബാങ്കിൽ ഇന്ത്യ സഖ്യത്തിന് വിള്ളലുണ്ടാക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം. കാരണം ഇന്ത്യ സഖ്യം വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്ന സംസ്ഥാനമാണ് ഹരിയാന. മാത്രവുമല്ല സർക്കാർ അവിടെ 10 വർഷമായി BJP ഭരിക്കുന്നു. കർഷക സമരം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഇന്ത്യ സഖ്യത്തിന് വോട്ടാകുമെന്നത് ഏറെ നിർണായകമാണ്. ഏതായാലും കഴിഞ്ഞ തവണ 2019 കണക്കെടുക്കുകയാണെങ്കിൽ BJP മുന്നേറ്റമുണ്ടാക്കിയ മേഖലകളാണ് ഈ മണ്ഡലങ്ങൾ. 58-ൽ 45 വിജയിച്ചത് NDA. കോൺഗ്രസിന് 1 സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. പശ്ചിമ ബംഗാളും BJPയുടെ പ്രകടനം എങ്ങനെയെന്ത് നിർണായകമായിരിക്കും. കാരണം കഴിഞ്ഞ തവണ കൂടുതൽ സീറ്റുകൾ നേടിയ തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നെങ്കിലും ഈ 6ാം ഘട്ടത്തിൽ 8 മണ്ഡലങ്ങളിൽ 5ഉം BJPക്കൊപ്പമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ BJPക്ക് കഴിയുമോ എന്നുള്ളതൊക്കെ നിർണായകമായ കാര്യമാണ്. ഏതായാലും 35% വോട്ടുകൾ ഇതിനോടകം തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1 മണി വരെ 35% പോളിംഗ് രേഖപ്പെടുത്തി എന്നുള്ളതാണല്ലോ. ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് കൂടുതൽ കുറവ് എന്ന തരത്തിൽ വിലയിരുത്താൻ കഴിയുമോ? എൽദോ 35 എന്നുള്ളതൊരു ഏകദേശ കണക്ക് മാത്രമാണ്. കാരണം കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി 11 മണി വരെയുള്ള കണക്കുകളാണ് വന്നിട്ടുള്ളത്. 11 മണി വരെ 25.76. സ്വാഭാവികമായും 2 മണിക്കൂർ കൊണ്ട് 10%-അധികം വോട്ട് പോൾ ചെയ്യാൻ തന്നെയാണ് സാധ്യത. ഒരുപക്ഷെ 35-നും 40%-നും ഇടയിലുള്ള പോളിംഗ് ആയിരിക്കും ഈ ഔദ്യോഗിക കണക്ക് വരുമ്പോൾ രേഖപ്പെടുത്താൻ സാധ്യത. ഏതായാലും ഈ സംസ്ഥാനങ്ങളിൽ 11 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം ഏറ്റവും ഉയർന്ന പോളിംഗ് പശ്ചിമ ബംഗാളിൽ തന്നെയാണ് 36.88. ഒഡീഷയിലാണ് ഏറ്റവും കുറവ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11 മണി വരെ 21.3% മാത്രമാണ് പോളിംഗ്. ബീഹാറിൽ 23.67, ഹരിയാനയിൽ 22.09, ജമ്മു കാശ്മീരിൽ 23%, ജാർഖണ്ഡിൽ 27.8, ഡൽഹിയിൽ 21.69, UPയിൽ 27.6 എന്നിങ്ങനെയാണ് പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ സാധാരണഗതിയിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൊത്തം പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ 3 ഘട്ടങ്ങളിൽ വലിയ കുറവുണ്ടായെങ്കിൽ 4ാമത്തെയും 5ാമത്തെയും ഘട്ടത്തിൽ ആ ഒരു വിടവ് നികത്തുന്നതാണ് കണ്ടത്. അതായത് പോളിംഗ് ശതമാനം കൂടിയില്ലെങ്കിൽ പോലും നേരിയ കുറവ് മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണയും പോളിംഗ് ഉയരുമെന്നൊരു പ്രതീക്ഷ. കഴിഞ്ഞ തവണത്തേക്ക് മുംബൈ അടക്കമുള്ള നഗരമേഖലകളായിരുന്നു വോട്ടെടുപ്പ്, എങ്കിൽ പോലും നേരിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. അപ്പോൾ 6ാം ഘട്ടത്തിലും പോളിംഗ് ഉണ്ടാകും. പോളിംഗ് കഴിഞ്ഞ തവണത്തിനൊപ്പം നിൽക്കുമെന്നൊരു പ്രതീക്ഷ ആയതായാലും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. പ്രത്യേകിച്ച് BJPക്കും ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്. രാജേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് നാഷണൽ ഡെസ്കിൽ നിന്ന്. ഡൽഹി വിധി എഴുതുന്നതിനിടെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചാൾസ് ശോഭരാജിനോടാണ് പേര് പരാമർശിക്കാതെ പ്രധാനമന്ത്രി കെജ്രിവാളിനെ ഉപമിച്ചത്. ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് കെജ്രിവാളിനെതിരെയുള്ളത്. അത്തരമൊരു ആളുടെ അഭിമുഖങ്ങൾ എടുത്ത് മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണെന്നും CNN ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. दिल्ली के मुख्यमंत्री अरविंद केजरीवाल
वो ये कह रहे हैं कि मतलब वो इकोसिस्टम या वो खुद इसको अपनी जीत बता रहे हैं, जैसे घोटाला हुआ नहीं, वो कह रहे हैं कि मुझे चुनाव जिताओगे तो मैं जेल नहीं जाऊंगा, वो कह रहे हैं कि ये बेल है, मेरी जीत है। इसको आप किस तरह से देखते हैं सर? ऐसा है कि मैं व्यक्तिगत उनका जो मामला चल रहा है उस पर कोई भी टिप्पणी करूं उचित नहीं है। मैं तो अदालत ने क्या कहा उसके पर अगर ध्यान केंद्रित करूं तो शराब घोटाले में हाईकोर्ट की टिप्पणी क्या है, मैं उसको तो मानूंगा। एजेंसी ने क्या किया है छोड़ो, किसी बीजेपी स्पोक्स पर्सन ने क्या कहा है वो छोड़ो, वो स्वयं क्या कहते हैं वो छोड़ो। हाई कोर्ट ने शराब घोटाले के लेके बारे में जो कहा है और बहुत ही कड़ी टिप्पणी की है। अब चिंता का विषय ये है देश में कि सार्वजनिक जीवन में कोई जिम्मेवारी नहीं रहेगी। एक जमाना था स्कूल में कोई बच्चा कॉपी करता है और पकड़ा जाए तो महीने भर स्कूल नहीं आता था, उसके माँ बाप भी शर्माते थे, यार मेरा बेटा एग्जाम में कॉपी करने में पकड़ा गया था। ये स्थिति थी, यानी इन चीजों को बुरा माना जाता था हमारे समाज में। आज बेशर्मी के साथ सजा जिनको हो चुकी है, जिन पर गंभीर आरोप लगे हैं, उनको कंधे पे लेकर के आप सार्वजनिक रूप से नाच रहे हो, ये जो पतन हुआ है वो चिंता का विषय है। मुझे कोई पर्सन से लेना देना नहीं है। मैं तो हैरान हूं कि कोई अखबार वाला किसी भ्रष्ट व्यक्ति का इंटरव्यू लेने जाए। एक चार्ल्स शोभराज मैंने अपना देखा था कि लोग इसका इंटरव्यू करने जाते थे, और आज मैं देख रहा हूं। Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, Educational Partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, Lakshya. Join Indian Institute of Commerce, Lakshya. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നത് ജനവഞ്ചനയെന്ന് സിറോ മലബാർ സഭ. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണ്. ടൂറിസം വികസനത്തിന്റെ മറപിടിച്ച് മദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ആശങ്കാജനകമാണെന്നും ബാർക്കോഴ വിവാദത്തിൽ രാഷ്ട്രീയ അഭിപ്രായത്തിനില്ല എന്നും സിറോ മലബാർ സഭ വ്യക്തമാക്കുന്നു. ആജ്ഞ രവീന്ദ്രൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, ഇതെവിടെയാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്? ഈ പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണോ ഈ പരാമർശങ്ങൾ? പുതിയ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സിറോ മലബാർ സഭയുടെ റിയാക്ഷനാണ് ഇപ്പോൾ എൽദോ സൂചിപ്പിച്ചത്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാർ സമയം കൂട്ടുന്നതും അപലപനീയമാണ് എന്നാണ് സിറോ മലബാർ സഭ സൂചിപ്പിക്കുന്നത്. അതുപോലെ മദ്യനയത്തിൽ മാറ്റം വരുന്നത് ജനവഞ്ചനയാണ്. ഈ നടപടികളിൽ നിന്നും, മദ്യനയത്തിൽ നിന്നും മാറ്റം വരുത്തുന്ന നടപടികളിൽ നിന്നും സർക്കാർ പിൻവാങ്ങണം. ടൂറിസം വികസനത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ മറവിൽ ബാറിൻ്റെ സമയം കൂട്ടുന്നതും അതുപോലെ തന്നെ മദ്യത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതും ശരിയായ നടപടിയല്ല എന്നും സിറോ മലബാർ സഭ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പ്രതികരണത്തിനില്ല. ഇത് ബാർക്കോഴ വിവാദത്തിൽ രാഷ്ട്രീയ അഭിപ്രായത്തിനില്ല. ഈ അന്വേഷണം നടത്തി യഥാർത്ഥ വിവരങ്ങൾ, ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് സിറോ മലബാർ സഭ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ KCBCയുടെ ഒരു പ്രതികരണവും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പ്രകടന പത്രികയെ അട്ടിമറിച്ച മദ്യനയത്തെ ചെറുത്തു തോൽപ്പിക്കുമെന്ന് തന്നെയാണ് KCBC മദ്യവിരുദ്ധ സമിതി പറയുന്നത്. അതുപോലെ അധികാരത്തിലേറിയാൽ ഒരു തുള്ളി മദ്യം പോലും കൂടുതലായി വിളമ്പില്ല അല്ലെങ്കിൽ വിളമ്പാൻ അനുവദിക്കില്ല എന്ന് പ്രകടന പത്രിക ഇറക്കി പൊതുജനത്തെ കബളിപ്പിച്ച് അധികാരത്തിലെത്തിയ സർക്കാർ ഇപ്പോൾ ആ നയം പാലിക്കുന്നതായി കാണുന്നില്ല, അല്ലെങ്കിൽ അതിന് ജനദ്രോഹപരമായി പെരുമാറുന്ന ഒരു നടപടിയാണ് ഉണ്ടാകുന്നത് എന്നും KCBC വക്താക്കളായിട്ടുള്ള അതേ മദ്യവിരുദ്ധ സംസ്ഥാന സെക്രട്ടറിമാരായിട്ടുള്ള ഫാദർ ജോൺ അരീക്കലും പ്രസാദ് കുരുവിളയും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുമുണ്ട്. എൽദോപ്പോൾ
റൈറ്റ്, അജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. സിറോ മലബാർ സഭ ഈ പുതിയ നയത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയുള്ള വാർത്തകളോട് പ്രതികരിക്കുകയാണെന്നാലും പുതിയ ആരോപണങ്ങളിൽ അതിൻ്റെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുന്നു. അവയവക്കടത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്നത് പിടിയിലായിട്ടുള്ള സജിത്ത് ആണ് എന്നുള്ളതാണ് വിവരം. മുഖ്യ സൂത്രധാരന്മാരായ മധുവിന്റെയും സാബിത്തിന്റെയും അക്കൗണ്ടിലേക്ക് സജിത്ത് നടത്തിയത് ലക്ഷങ്ങൾ ഇടപാടാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ഹൈദരാബാദിലും ബംഗളൂരുവിലും പരിശോധന നടത്തുമെന്നും വൈഭവ് സക്സേന വ്യക്തമാക്കി. പ്രതികൾക്കായി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. നെടുമ്പാശ്ശേരി അവയവക്കടത്ത് കേസിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇന്നലെ അറസ്റ്റിലായ കൊച്ചി സ്വദേശി സജിത് ശ്യാമാണ് ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത്. അവയവക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരായ മധുവിന്റെയും സബിത്തിന്റെയും അക്കൗണ്ടുകളിലേക്ക് സജിത്ത് നടത്തിയത് കോടികളുടെ ഇടപാടാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതി സാബിത്ത് ആദ്യം പാക്കേജ് ഉറപ്പിക്കും, അതിനുശേഷം പണം കൈമാറുന്നതും വാങ്ങുന്നതും സജിത്താണ്. ഇരകളായ ഉത്തരേന്ത്യക്കാർക്ക് കുറഞ്ഞ തുക മാത്രമാണ് നൽകുക. കൂടുതൽ മലയാളികൾ സംഘത്തിലുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. തൃശൂരും പാലക്കാടും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണവും നടക്കുന്നുണ്ട്. അതേസമയം കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അന്വേഷണം ശാസ്ത്രീയമായി പുരോഗമിക്കുന്നുവെന്നും എറണാകുളം റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇപ്പോൾ പറയാൻ പറ്റിട്ടില്ല. പക്ഷേ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നല്ല കുറച്ച് ക്ലൂ ഉണ്ട്, കുറേ ഇൻഫർമേഷൻ ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. അത് കൂടുതൽ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ സമയത്ത് പറയാൻ പറ്റിട്ടില്ല. വളരെ പ്രിലിമിനറി സ്റ്റേജ് ആണോ ഇൻവെസ്റ്റിഗേഷനുണ്ട്. പക്ഷേ നല്ല ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ വളരെ സജീവമായ രീതിയിൽ DYSPയിലേക്ക് എല്ലാ ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ഇൻവെസ്റ്റിഗേഷനിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വളരെ ശാസ്ത്രീയമായ രീതിയിൽ പോലീസ് ചെയ്യും. അത് സാധ്യത ഉണ്ടോ, പക്ഷേ ഇതുവരെ ഒന്നും ലഭിച്ചിട്ടില്ല. ഇരകളെ ആദ്യം ഇറാനിലെ ഫ്ളാറ്റിലെത്തിക്കും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയ ശേഷം 20 ദിവസം ഇവരെ അവിടെ തന്നെ താമസിപ്പിക്കുകയും ചെയ്യും. അതിനുശേഷം മാത്രമായിരിക്കും വിട്ടയക്കുക. പക്ഷേ അവയവദാനം ചെയ്ത ഇരകൾ നാട്ടിൽ തിരിച്ചെത്തിയോ എന്നതിൽ പോലീസിന് വ്യക്തത വന്നിട്ടില്ല. അവർ ഈ റാക്കറ്റിലെ മുഖ്യ കണ്ണിയായ ഇറാനിലെ ഒരു ഡോക്ടറിനെ കുറിച്ചുള്ള സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഇറാനിൽ ഉപയോഗിച്ച 2 ഫോൺ നമ്പറുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഈ ഡോക്ടറുടെ കേരളത്തിലുള്ള ബന്ധുക്കളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. മധു ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളായ മധുവും ഇറാനിലാണ്. അതുകൊണ്ട് അറസ്റ്റിലേക്ക് പോകാനും പോലീസിന് ഇപ്പോൾ കഴിയുന്നില്ല. എന്തായാലും ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കും വേണമെങ്കിൽ കടക്കുമെന്നും വൈഭവ് സക്സേന റൂറൽ SP വ്യക്തമാക്കുകയും ചെയ്തു. എന്തായാലും ഓരോ ദിവസവും കഴിയുന്തോറും നെടുമ്പാശ്ശേരി അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. പ്രദേശത്ത് നാട്ടുകാർ തടിച്ചുകൂടിയതിനെ തുടർന്ന് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കുടക് സ്വദേശിയായ സലീം എന്ന സൽമാനെ ആന്ധ്രയിലെ അഡോണിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് പിടികൂടിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് ഇയാളെ ഹോസ്ദുർഗ് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കുന്നത്. KV ബൈജു നൽകുന്ന വിവരങ്ങൾ. ബൈജു, എത്രത്തോളം ജനരോഷമാണ് അവിടെ കാണാൻ കഴിഞ്ഞത്? എൽദോ, വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നു വന്നത്. ഈ സംഭവ സ്ഥലത്ത് പ്രതിയെ തെളിവെടുപ്പിനായി എത്തിച്ചപ്പോഴാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പ്രതിഷേധമുണ്ടായത്. എന്തായാലും പോലീസിന് ഇവരെ പിരിച്ചുവിടാൻ വലിയ തോതിൽ പാടുപെടേണ്ടി വന്നു. ലാത്തി ചാർജ് ഉൾപ്പെടെ നടത്തേണ്ടി വന്നു. 100 കണക്കിന് ആൾക്കാരാണ് ഇത്തരത്തിൽ ഇവിടേക്ക് എത്തിയത്. അരമണിക്കൂറോളം സമയം ഇവിടെ തെളിവെടുപ്പ് നടത്തി. പ്രതി സംഭവം നടന്ന സ്ഥലത്തേക്ക് പ്രതിയെ എത്തിച്ചു. ആ സമയത്തായിരുന്നു കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഈ സ്ഥലത്തേക്ക് ഇരിച്ചു കയറുന്ന സാഹചര്യമുണ്ടായത്. പക്ഷേ കൃത്യമായി തെളിവെടുപ്പൊക്കെ പൂർത്തിയായി പോലീസ് സംഘം മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വലിയ സംഘർഷാവസ്ഥയായിരുന്നു ആ സമയത്ത് അവിടെ നിലനിന്നുണ്ടായിരുന്നത്. കാരണം അത്രത്തോളം ഹീനമായ ഒരു പ്രവൃത്തിയാണ് ഈ പ്രതി ചെയ്തത്. കാരണം ഈ പെൺകുട്ടിയുടെ വീടിന് സമീപത്ത് തന്നെയാണ് ഇയാളുടെ വീടും. ഇയാളെയും ഈ നാട്ടുകാർക്ക് കൃത്യമായി അറിയാം. പക്ഷേ ഇത്തരത്തിലൊരു സ്വഭാവക്കാരനാണ് ഇയാളെന്ന് നാട്ടുകാർ മനസ്സിലാക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടുകാരുടെ പെട്ടെന്നുള്ള ഒരു പ്രതിഷേധം ഉണ്ടായത്. എന്തായാലും തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇതായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് കവർച്ചയായിരുന്നു ഇയാളുടെ ലക്ഷ്യം എന്ന് ജില്ലാ പോലീസ് മേധാവി അല്പസമയം മുമ്പ്
നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയുണ്ടായി. ഈ കവർച്ചാ ശ്രമത്തിനിടെ ഈ പെൺകുട്ടി കിടക്കുന്നതുകൊണ്ട് കാതിലെ കമ്മൽ മോഷ്ടിക്കാൻ വേണ്ടിയായിരുന്നു ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയത്. പിന്നീട് ഈ കുട്ടി കരയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കുട്ടിയെ ഭീഷണിപ്പെടുത്തി, കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പിന്നീട് ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾക്കെതിരെ 2 കേസുകൾ കൂടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതായത് തൊട്ട് 15-ാം തീയതിയാണ് സംഭവം നടക്കുന്നത്. അതിൽ തൊട്ട് 13-ാം തീയതി 2 വീടുകളിൽ ഇയാൾ സമാനമായ കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു. അതിലൊരു വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ച് ഇയാൾ അടുക്കള വശത്തുകൂടി പുറത്തേക്ക് പോവുകയായിരുന്നു. അത് മുക്കുമണ്ഡപമായതിനാൽ അന്ന് പരാതി നൽകിയിരുന്നില്ല. ആ സംഭവത്തിലും മറ്റൊരു സമാനമായ സംഭവത്തിലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നു. എന്നാലും ഇയാളെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇയാൾ ഇത്തരത്തിൽ രാത്രി കാലങ്ങളിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന ഒരു ആളാണ്. അങ്ങനെ മോഷണം ലക്ഷ്യമിട്ട് നടക്കുമ്പോഴാണ് ഈ സംഭവം നടന്നതെന്നും പറയുന്നുണ്ട്. എന്തായാലും കുടക് സ്വദേശിയായ ഇയാളെ പോലീസിനെ അറസ്റ്റ്, അതായത് 10 ദിവസത്തിനകം തന്നെ ഈ സംഭവം നടന്ന് 10 ദിവസത്തിനകം തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് വലിയ ആശ്വാസമാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു പ്രതിയെ പിടികൂടാൻ വൈകുന്നതിൽ. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാണ്. അത്രത്തോളം ഈ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ചായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാൾ തലശ്ശേരിയിൽ പോയി, ആദ്യം തലശ്ശേരിയിൽ പോകുന്നു. അവിടെ ഈ കമ്മൽ ഒരു ജ്വല്ലറിയിൽ വിൽപ്പന നടത്തുന്നു. അതിനുശേഷം മൈസൂരു, ബാംഗ്ലൂരു, പിന്നീട് മഹാരാഷ്ട്ര, പിന്നീടാണ് ആന്ധ്രാപ്രദേശിലെത്തുന്നത്. ആന്ധ്രാപ്രദേശിൽ ഒരു ഹോട്ടലിൽ ഇയാൾ ജോലിക്ക് ശ്രമിച്ചിരുന്നു. നേരത്തെ ഇയാൾ ഇവിടെ ഹോട്ടലിൽ ജോലി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ജോലിക്ക് ശ്രമിച്ചിരുന്നു. അതിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലാകുന്നത്. എന്നാലും മേൽപ്പറമ്പിൽ ഇയാൾക്കെതിരെ ഒരു പോക്സോ കേസും നിലവിലുണ്ട്. എൽദോ ബൈജു, ഒപ്പം തന്നെ ഇയാൾ ഈ പോലീസിന് നൽകിയ മൊഴിയിൽ അത് ഒരു കവർച്ചാശ്രമമായിരുന്നു. കവർച്ചാശ്രമത്തിനിടയിൽ അതിനുശേഷമാണ് ഒരു പീഡനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നൊക്കെ പറഞ്ഞു. ഇയാളുടെ മൊഴി എന്തൊക്കെയാണ് പോലീസിനെ രേഖപ്പെടുത്തിയിട്ടുള്ളത്? എൽദോ, പ്രധാനമായും അതുതന്നെയാണ് ഇയാളുടെ മൊഴി. അതായത് ഈ പുലർച്ചെ 2:30 ഈ പ്രദേശങ്ങളിൽ വീടുകൾ കേന്ദ്രീകരിച്ച് കവർച്ചയ്ക്കായി ഇയാൾ എത്തുന്നു. ആദ്യം ഒരു വീട്ടിൽ ഇയാൾ കവർച്ചാ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ അവിടെ അത് വിഫലമായി. അതിനെ തുടർന്ന് പിന്നീട് ഈ വീട്ടിൽ നോക്കുമ്പോൾ ഈ മുത്തച്ഛൻ ഇത്തരത്തിൽ പശുവിനെ പാൽ കറക്കാൻ പോയ സമയമായിരുന്നു. അത് ഇയാൾ കാണുകയും അവിടെ പതുങ്ങിയിരിക്കുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് മുത്തച്ഛൻ ഇവിടുന്ന് മാറിയപ്പോൾ ഇയാൾ അകത്ത് കടന്ന് ഈ കുട്ടിയെ എടുത്തുകൊണ്ടുപോയി. ഇതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി. അത് കവർച്ചാ ശ്രമത്തിനിടെ തന്നെയെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ പിന്നീട് ഈ കുട്ടിയെ ഇയാൾ 500 മീറ്റർ ദൂരെ, ഇപ്പോൾ തെളിവെടുപ്പിന് കൊണ്ടുപോയ സ്ഥലമാണ്, അവിടെ 500 മീറ്റർ ദൂരെ കൊണ്ടുപോയി ഇത്തരത്തിൽ കമ്മൽ ഊരിയെടുക്കുന്നതിനിടയിൽ കുട്ടി ബഹളം വെച്ചു. തുടർന്നാണ് ഇയാളുടെ മാനസിക നില മാറിയതും ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ ലൈംഗികമായി മണിക്കൂറുകളോളം പീഡിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായത്. ഇത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട മൊഴി. ഇനി ഇതിൽ വസ്ത്രങ്ങൾ, ഇയാൾ അന്ന് ഉപയോഗിച്ച വസ്ത്രങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് പോലീസ് ശേഖരിക്കാനായി ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഒപ്പം വൈകിട്ട് 5 മണിയോടുകൂടി ഇയാളെ ഹോസ്ദുർഗ് കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ പോലീസ് ആലോചിക്കുന്നത്. എന്തായാലും വൈദ്യ പരിശോധന ഉൾപ്പെടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്യൽ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ശാസ്ത്രീയമായ കുറച്ച് തെളിവുകൾ മാത്രം ലഭിക്കാനുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. വൈകിട്ടോടുകൂടി ഇയാളെ കോടതിയിൽ ഹാജരാക്കും. പക്ഷേ ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകുമെന്നും പോലീസ് പറയുന്നുണ്ട്. കാരണം ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. മറ്റേതെങ്കിലും കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ കാര്യങ്ങൾ പോലീസിന് അറിയേണ്ടതുണ്ട്. അതിനായി ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് അപേക്ഷ നൽകും എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എൽദോ, ശരി. കെ വി ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. കാസർഗോഡ് നിന്ന്. സംസ്ഥാനത്ത് മഴ അത് തുടരുന്നുണ്ട്. എല്ലാ ജില്ലകളിലും തന്നെ മഴ കാര്യമായി തന്നെ തുടരുന്നു. അതുകൊണ്ട് തന്നെ മഴക്കെടുതിയുമുണ്ട്. 2 മരണമാണ് ഇന്ന് മഴക്കെടുതിയിലുണ്ടായത്. എറണാകുളം പുതുവൈപ്പിൽ വെള്ളക്കെട്ടിൽ വീണ മത്സ്യത്തൊഴിലാളി മരിച്ചു. കൊടിക്കൽ സ്വദേശി ദിലീപാണ് മരിച്ചത്. കാസർഗോഡാണ് മറ്റൊരു മരണമുണ്ടായത്. അത് ബെള്ളൂരിലാണ്. ഇടിമിന്നലേറ്റ് വയോധികനായിട്ടുള്ള ദേവരഗുത്തു ഗംഗാധര റൈ മരിച്ചു. വീട്ടിനകത്തിരിക്കുമ്പോൾ ഇടിമിന്നലേൽക്കുകയായിരുന്നു. കോഴിക്കോട് കായക്കൊടി ചേറ്റുവയലിൽ മഴയിൽ വീട് തകർന്നു. ഇരുളാവുമൽ രാജീവിന്റെ വീടാണ് തകർന്നു വീണത്. സംസ്ഥാനത്തെ തീരമേഖലകളിൽ കടലാക്രമണം അത് ശക്തമായി തുടരുകയാണ്. തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ വലിയ നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലെടുത്തു. റോഡുകളും തകർന്നിട്ടുണ്ട്. താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറി. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും മഴ തുടരുന്നു, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. പക്ഷേ അപ്പോഴും ഒരു കാര്യമുള്ളത്, തീവ്രത കുറഞ്ഞു എന്നുള്ളതാണ്. റെഡ്, ഓറഞ്ച് അലേർട്ടുകൾ പൂർണ്ണമായും പിൻവലിച്ചു. നിലവിൽ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതാണ് നിലവിലത്തെ അലേർട്ടിൻ്റെ സാഹചര്യം.
ഐഷത്തുൽ ഷംന തത്സമയം ചേരുന്നു വിശദാംശങ്ങളുമായ അലേർട്ടിന്റെ. ഷംന, ഈ 7 ജില്ലകളിൽ യെല്ലോ അലേർട്ട്, ഏതൊക്കെ ജില്ലകളാണ്? മറ്റൊന്ന്, വരും ദിവസങ്ങളിൽ മഴ വീണ്ടും കുറഞ്ഞു വരുമെന്നുള്ള സൂചനയാണോ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നത്? എൽദോ, ഇന്ന് 7 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. നിലവിൽ മുമ്പ് പ്രഖ്യാപിച്ചിരുന്ന റെഡ്, ഓറഞ്ച് അലേർട്ടുകളെല്ലാം പിൻവലിച്ചിട്ടുണ്ട്. 7 ജില്ലകളിലാണ് മഴയുള്ളത്. മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വാർത്ത. എന്തായാലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇനി വരും ദിവസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചിട്ടുണ്ട്, തീവ്ര ന്യൂനമർദ്ദമായിട്ടുണ്ട്. ഇത് വരും മണിക്കൂറുകളിൽ, അടുത്ത 12 മണിക്കൂറിനുള്ളിൽ ഇത് വീണ്ടും ശക്തി പ്രാപിച്ച് ചുഴലിക്കാറ്റായി മാറുമെന്നാണ് മറ്റൊരു മുന്നറിയിപ്പുള്ളത്. ഈ ചുഴലിക്കാറ്റ് അടുത്ത നാളെയോടുകൂടി മെയ് 26 വീണ്ടും ശക്തി പ്രാപിച്ച് പശ്ചിമ ബംഗാൾ തീരത്ത് തൊടും എന്നുള്ളതാണ് മറ്റൊരു മുന്നറിയിപ്പുള്ളത്. എന്തായാലും മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ചുഴലിക്കാറ്റ്, ന്യൂനമർദ്ദം മുന്നറിയിപ്പുകൾ കൂടി നിലനിൽക്കുന്നുണ്ട്. റൈറ്റ്, ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ യാത്ര ചെയ്യുന്നവരുടെ ഹൈദരാബാദ് സ്വദേശികളുടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞു. കോട്ടയം കുറുപ്പന്തറ കടവിലാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന 4 പേരും രക്ഷപ്പെട്ടു. ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കാറ് കരയ്ക്ക് കയറ്റി. കൃത്യമായിട്ടുള്ള സൈൻ ബോർഡ് ഇല്ലാത്തതാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഹൈദരാബാദിൽ നിന്നും എത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ മൂന്നാറിൽ യാത്ര ചെയ്ത ശേഷം അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകുമ്പോഴാണ് ഈ കുറുപ്പന്തറ കടവിലെത്തിയത്. ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുമ്പോൾ വഴി തെറ്റി ഈ തോട്ടിലേക്ക് വാഹനം പതിക്കുകയായിരുന്നു. അവിടെ കേവലം ഗൂഗിൾ മാപ്പിന്റെ മാത്രം പ്രശ്നമല്ല, അവിടെ ഒരു വളവുണ്ടായിരുന്നു. ഇവിടെ കൃത്യമായ സൈൻ ബോർഡ് ഇല്ലാതെ നേരെയും റോഡുണ്ട്. ഈ നേരെ പോകുന്ന റോഡ് ഈ തോട്ടിലേക്കാണ് പതിക്കുന്നത്. അതാണ് ഇവരെ അപകടത്തിൽ എത്തിച്ചത്. എന്തായാലും ഈ വാഹനത്തിന്റെ പിൻഭാഗത്തുകൂടിയുള്ള വാതിൽ തുറന്നുകൊണ്ട് ഇവരെല്ലാവരും തന്നെ രക്ഷപ്പെട്ടു, തോട്ടിലേക്ക് വെള്ളം വീണപ്പോൾ തന്നെ. അതുകൊണ്ടാണ് മറ്റ് വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരുന്നത്. തുടർച്ചയായ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ കുറുപ്പന്തറ കടവിലെ ഈ തോടിന്റെ ഭാഗം. ഈ അപകടത്തിൽ തുടർച്ചയായി ഉണ്ടാകുമ്പോഴും PWD അടക്കം ഒരു കൃത്യമായ സൈൻ ബോർഡുകൾ വെക്കുന്നില്ല എന്ന പരാതിയുണ്ട്. ഇക്കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തും എന്ന് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇതിനകം പെടുത്തിയിട്ടുള്ളതാണ്. ഇനിയും അത്തരം കാര്യത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്ന് MLA മോൻസ് ജോസഫും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വലിയൊരു അപകടം തൽക്കാലത്തേക്ക് ഒഴിവായി എന്നത് മാത്രമാണ് കുറുപ്പന്തറയിൽ കാണാൻ സാധിച്ചത്. ഫോർഡ് എൻഡവർ കാറാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്. ജി ശ്രീത്താണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടു കൂടിയുള്ള യാത്രയാണ് അത്തരത്തിലൊരു തോട്ടിലേക്ക് വീഴുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ശക്തമായ കടലാക്രമണത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ നാശനഷ്ടം. പൊഴിയൂർ, തെക്കേ കൊല്ലങ്കോട്, പരുത്തിയൂർ ഭാഗങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. ഐത്തിയൂർ ഭാഗത്ത് പലയിടങ്ങളിലും തീരം കടലെടുത്തു. റോഡുകളും തകർന്നിട്ടുണ്ട്. താമസക്കാർ ബന്ധുവീടുകളിലേക്ക് മാറി താമസിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളും സജ്ജമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ മേയർ രാജിവെക്കണമെന്ന ആവശ്യവുമായി BJP നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. നഗരസഭാ കവാടത്തിലെ ബാരിക്കേഡ് തള്ളിമാറ്റി അകത്തു കടക്കാൻ പ്രതിഷേധക്കാർ നടത്തിയ ശ്രമമാണ് പോലീസുമായുള്ള ഉന്തിലും തള്ളിലും കലാശിച്ചത്. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതിരുന്ന BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മേയർക്കെതിരെ BJP തുടർ പ്രതിഷേധ സമരങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്ന് ജില്ലാധ്യക്ഷൻ VV രാജേഷ് അറിയിച്ചു. ഡെങ്കിപ്പനി ബാധിച്ച് ഒരു യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി സ്വദേശി തുങ്ങാലയിൽ ബൈജു ജോസ് ആണ് മരിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയായി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സ്റ്റാലിൻ വിവരങ്ങളുമായി പങ്കുചേരുന്നു. സ്റ്റാലിൻ, ഡെങ്കിപ്പനി അത് ആ പ്രദേശത്ത് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നോ? എൽദോ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ചയോളമായി
ഈ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പലയിടങ്ങളിലും ഡെങ്കിപ്പനിയുടേത് രേഖപ്പെടുത്തിയിരുന്നു. 4-5ഓളം പേർക്ക് ഡെങ്കിപ്പനി ബാധിച്ചായിട്ട് അന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇവിടെ തന്നെ ചികിത്സിച്ച് പരിഹരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത് കഞ്ഞിക്കുഴി സ്വദേശിയായ തൂങ്ങാലയിൽ ബൈജു ജോസ് എന്ന യുവാവാണ്. അദ്ദേഹത്തിന് ഒരാഴ്ച കാലമായിട്ട് ഈ ഡെങ്കിപ്പനിയുമായി ബന്ധപ്പെട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. അതിനു മുൻപ് പനി ബാധിച്ചതിനെ തുടർന്ന് തൊടുപുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും കുറച്ച് ദിവസങ്ങൾ ചികിത്സിച്ചിരുന്നു. വീണ്ടും രോഗം കരസ്ഥലായതിനെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോയത്. എന്തായാലും 4-5 ദിവസങ്ങളായി അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. ഇന്ന് രാവിലെയാണ് അന്ത്യം ഉണ്ടായത്. ഡെങ്കിപ്പനി തന്നെ ആണെന്നാണ് അവർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. എന്തായാലും കഞ്ഞിക്കുഴിയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിയോടുകൂടി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. പല സ്ഥലങ്ങളിലും കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ പലയിടങ്ങളിലും ഡെങ്കിപ്പനി ബാധിച്ചതായിട്ട് കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. എന്നാൽ ആർക്കും മരണം ഉൾപ്പെടെയുള്ള അപകട സാധ്യതകൾ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. എൽദോസ്. ശരി, കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പലയിടങ്ങളിലും ഡെങ്കിപ്പനിയുടെ റിപ്പോർട്ടുകളുണ്ട്. എന്താണെങ്കിലും ഡെങ്കിപ്പനി ബാധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്ന യുവാവിന്റെ മരണമാണ് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ കർഷകന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ്. സ്റ്റാൻലി ഡിസിൽവ നൽകിയ പരാതിയിലാണ് ഏലൂർ പോലീസിന്റെ നടപടി. ഏലൂർ നഗരസഭയും പരാതി നൽകിയിരുന്നു. ഡാനി പോൾ നൽകിയ വിവരങ്ങൾ. ഡാനി, വലിയ പ്രതിഷേധങ്ങൾക്കും വലിയ ചർച്ചയ്ക്കും വഴിവെച്ച സംഭവമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പെരിയാറിൽ മത്സ്യക്കുരുതിയുമായി നടന്ന അത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ അതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഒരു റിപ്പോർട്ട് പ്രാഥമികമായി സമർപ്പിച്ചിട്ടുണ്ട്. അവർ പറയുന്നത് ഇതിൽ രാസമാലിന്യം കലർന്നിട്ടാണ് ഈ കൂട്ടക്കുരുതി ഉണ്ടായത്, മത്സ്യക്കുരുതി ഉണ്ടായത് എന്ന് ഇപ്പോൾ നടത്തിയ പഠനങ്ങൾ മൂലം വ്യക്തമാക്കാൻ കഴിയില്ല. അങ്ങനെ ഒരു രാസമാലിന്യം കലർന്ന് വലിയ അപായകരമായ രീതിയിലേക്ക് പോകുന്നതൊന്നും അവരുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അവർ പറയുന്ന കാരണം വളരെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ബണ്ടിൽ നിന്ന് വെള്ളം അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് തുറന്നു വിട്ടത് മൂലം പെരിയാറിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞു. ഇതുമൂലമാണ് ഈ മത്സ്യക്കുരുതി ഉണ്ടായിരിക്കുന്നത്. കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചത്തുപൊങ്ങുക, പെരിയാറിലെയും കൂട് കൃഷി ചെയ്യുന്ന കർഷകരുടെയും എല്ലാം തന്നെ ഈ മത്സ്യസമ്പത്ത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ഒരു കാരണം അതാണ് എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പ്രാഥമികമായ റിപ്പോർട്ടിൽ രാസമാലിന്യം കലർന്നതായി കണ്ടെത്തുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. തുടക്കം മുതൽ തന്നെ അവരുടെ നിലപാട് ആ രീതിയിലുള്ളതായിരുന്നു. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ റിപ്പോർട്ടുകൾ ഇനിയും വരാനുണ്ട്. കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഫിഷറീസ് വകുപ്പ് അടക്കം ഇതിൽ പഠനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെയാണ് ഡെപ്യൂട്ടി കളക്ടറുടെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനം നടത്തിക്കൊണ്ടുള്ള പഠനവുമായി മുന്നോട്ട് പോകുന്നത്. അവരും ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇത് സംബന്ധിച്ചൊരു അന്തിമ റിപ്പോർട്ട് വരണം. അതിനനുസരിച്ചാണ് കർഷകർക്കുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യേണ്ടത്. അത് എത്രയെന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഈ രീതിയിൽ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് നടാടെയായ ഒരു സംഭവമാണ്. അതുകൊണ്ട് അതിന് ചില വ്യവസ്ഥകളടക്കം പാലിക്കേണ്ടതുണ്ട്. അതിനുകൂടി ഒരു അന്തിമ രൂപം നൽകണം. പ്രത്യേകിച്ച് കൂട് കൃഷി നടത്തിയിരുന്ന മത്സ്യകർഷകരുടെ അവർ എത്രമാത്രം സമ്പത്ത് നഷ്ടപ്പെട്ടു എന്നറിയുന്നതിന് ഇതിൽ കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എത്രമാത്രം മത്സ്യങ്ങളുണ്ടായിരുന്നു എന്നതിൻ്റെയും അവർ തീറ്റ നൽകി വളരെ നാളുകൾ വളർത്തിയിരുന്നതാണ്. വളർച്ചയ്ക്ക് വിൽക്കാൻ പ്രായമായ രീതിയിൽ എത്രത്തോളം ഉണ്ടായിരുന്നു അതെല്ലാം തന്നെ അവർ അസസ് ചെയ്യുന്നതിന് സമയമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ആനുപാതികമായിട്ട് അവരുടെ നഷ്ടത്തിന് ആനുപാതികമായിട്ട് നഷ്ടപരിഹാരം നൽകണം. ഒപ്പം തന്നെയും ഇനി എത്ര കാലം കഴിഞ്ഞാണ് അവർക്ക് മത്സ്യകൃഷി നടത്താൻ കഴിയുക, ആ ഒരു സമയം കൂടി ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാലും അത്തരം കാര്യങ്ങൾക്ക് ഉടൻ തീരുമാനമാകേണ്ടതുണ്ട്. ഒപ്പം ഇതിന്റെ പ്രതിഷേധവും ശക്തമായി തുടരുകയാണ്. ഇന്ന് മന്ത്രി പി രാജീവ്, അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ കൂടി MLA ആണ്, അദ്ദേഹം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ചയുടെ ഒരു പ്രതിഷേധം നടന്നിരുന്നു. യുവമോർച്ച പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ഓഫീസിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുവാനാണ് വിവിധ സംഘടനകളും തീരുമാനമെടുത്തിരിക്കുന്നത്. പാലക്കാട് കാവശ്ശേരിയിൽ കെൽപ്പാം സ്ഥാപിച്ച അരിമില്ല് പ്രവർത്തനം ആരംഭിക്കാത്തത് സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന ആക്ഷേപം. കെട്ടിടം നിർമ്മിച്ച് യന്ത്രസാമഗ്രികളെല്ലാം സ്ഥാപിച്ചുവെങ്കിലും ട്രയൽ റൺ പോലും നടത്താനാകാതെ കിടക്കുകയാണ്. വ്യവസായ വകുപ്പിന് കീഴിലുള്ള കെൽപ്പാം 2017 ആലത്തൂർ കാവശ്ശേരിയിൽ അരിമില്ലിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. 2021 കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ച് യന്ത്രസാമഗ്രികൾ സ്ഥാപിച്ചു.
പക്ഷേ 3 വർഷമായിട്ടും മില്ലിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. 9,61,00,000 ചെലവിലാണ് 1 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് പട്ടികജാതി വികസന വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് മില്ല് സ്ഥാപിച്ചത്. അനുബന്ധ പ്രവൃത്തികൾക്കായി 1.5 കോടിയുടെ എസ്റ്റിമേറ്റ് കൂടി സമർപ്പിച്ചെങ്കിലും സർക്കാർ ഫണ്ട് അനുവദിച്ചില്ല. സർക്കാർ നിയന്ത്രണത്തിലുള്ള മില്ലായിട്ട് പോലും വൈദ്യുതി കണക്ഷനും ലൈസൻസും ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതേസമയം സ്വകാര്യ അരിമില്ലുകൾ പാലക്കാട് കൂണുപോലെ മുളച്ചു പൊങ്ങുന്നുണ്ട്. കെൽപ്പാമിന്റെ അരിമില്ല് യാഥാർത്ഥ്യമായാൽ സ്വകാര്യ മില്ലുകൾക്ക് തിരിച്ചടിയാവും. സ്വകാര്യ ലോബിയുടെ ഇടപെടലാണ് അരിമില്ല് വൈകാൻ കാരണമെന്നാണ് ആക്ഷേപം. ഇവിടെ വൈകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പണികളും പൂർത്തിയാക്കാൻ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പല പണികളും പൂർത്തിയാക്കാൻ കൂട്ടാക്കുന്നില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വകാര്യ മില്ലുകാർ ഇതിലേക്ക് എന്തെങ്കിലും ചൂഷണം ചെയ്യണമെന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളുടെ ഇവിടുത്തെ നാട്ടുകാരുടെ സംശയമൊക്കെ അതാണ്. പക്ഷേ ഇവിടെ പണി നടക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ജോലി കിട്ടും. ഇതിന് മുന്നേ ഇവിടെ കുറേ സ്ത്രീകൾ ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അവരെല്ലാം ജോലി നഷ്ടപ്പെട്ടു. അതിനെല്ലാം ഇന്ന് ഭരിക്കുന്ന സർക്കാർ തന്നെയാണ് ഇവിടെ വന്ന് സമരം ചെയ്ത് ആ പണിയെല്ലാം നശിപ്പിച്ചു കളഞ്ഞത്. ഇപ്പോൾ വീണ്ടും അവരെന്നെയാണ് ഇതിനെ വീണ്ടും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മുടെയൊക്കെ ഒരു സംശയം. സ്വാതി ജംഗ്ഷനിൽ സിവിൽ സപ്ലൈസ് ഗോഡൌണിനോട് ചേർന്ന് കൃഷി വകുപ്പ് ആരംഭിച്ച ആധുനിക അരിമില്ല് പൂട്ടിയതിനു പിന്നിലും സ്വകാര്യ ലോബിയുടെ ഇടപെടലുണ്ടായിരുന്നെന്നാണ് കർഷകരുടെ ആരോപണം. യന്ത്രങ്ങൾ തുരുമ്പെടുത്തു പോകുമെന്ന ആശങ്ക കർഷകർ പങ്കുവെക്കുമ്പോഴും മില്ല് എപ്പോൾ തുറക്കാനാകുമെന്ന കാര്യത്തിൽ അധികൃതർ കൈമലർത്തുന്നു. കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അരിമില്ല്. സ്വകാര്യ മേഖലയിൽ എത്രയോ അരിമില്ലുകൾ പാലക്കാട് ഉയർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ തലത്തിൽ ഇതുപോലെ നിർമ്മാണം ആരംഭിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുവരെയും ഇതിന്റെ പണി പൂർത്തിയായിട്ടില്ല. 2017 ആരംഭിച്ചതാണ്. സ്വകാര്യ ലോബിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ മില്ലിങ്ങിനെ അടച്ചിടുന്നത് എന്നാണ് ആക്ഷേപമുയരുന്നത്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 പാലക്കാട്. സർക്കാരിന് ആശ്വാസമായി കടമെടുക്കാൻ കേന്ദ്രാനുമതി. മെയ് ആദ്യവാരം ലഭിക്കേണ്ടിയിരുന്ന അനുമതി വൈകിയതാണ് തൽക്കാലത്തേക്കെങ്കിലും പ്രതിസന്ധി സൃഷ്ടിച്ചത്. 5000 കോടി കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി നേരത്തെ ചോദിച്ചപ്പോൾ 3000 കോടി മാത്രമായിരുന്നു അനുവദിച്ചത്. അനുമതി ലഭിച്ചതോടെ അടുത്ത ആഴ്ച നൽകാനുള്ള പെൻഷൻ, ശമ്പള വിതരണത്തിന് എന്നിവയ്ക്ക് പ്രതിസന്ധി ഉണ്ടാകാൻ സാധ്യതയില്ല. ആവേശം, മഞ്ഞുമൽ ബോയ്സ് സിനിമകൾക്കെതിരെ ബിഷപ്പ് ജോസഫ് കരിയിൽ. ഈ സിനിമകളിൽ കൂടുതലും തെറ്റായ സന്ദേശങ്ങളാണ് നൽകുന്നത്. മദ്യപാനവും പുകവലിയും അടിപിടിയുമാണ് സിനിമകളിൽ നിറയുന്നതെന്നും യുവതലമുറയ്ക്ക് നല്ല വഴിയല്ല ഈ ചിത്രങ്ങൾ നൽകുന്നതെന്നും ബിഷപ്പ് പറയുന്നു. ആവേശമെന്ന സിനിമയിൽ മുഴുവൻ നേരവും അടിയും ഇടിയും കുടിയുമാണ്. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരില്ല, പഠിക്കുന്ന കുട്ടികളുമില്ല. ബാറിലാണ് മുഴുവൻ നേരവും. അക്രമവും അടിപിടിയുമാണ്. നമുക്കൊരു പാടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്ത് പറയും? ഇല്ലൂമിനാറ്റി എന്ന് പറയും. ഇല്ലൂമിനാറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ നമ്മുടെ മതത്തിനും മറ്റെല്ലാത്തിനുമൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ്. ഈ ഫ്രീമേസൺസ് പോലുള്ള ഒരു സംഘടനയാണ്. എല്ലാ പരമ്പരാഗത മൂല്യങ്ങളെയും ചവിട്ടിമരിക്കുന്ന ഒരു സംഘടനയാണ്. ആ സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് അത് നല്ല സിനിമയാണെന്നും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഇടിച്ചു കയറുകയാണ്. ഡാനി പോൾ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാനി, കുട്ടികളോടുള്ള സംസാരത്തിലാണെന്ന് മനസ്സിലാക്കുന്നു. ഇത് എവിടെയുള്ള പരിപാടിയായിരുന്നു? എന്താണ് ആ ഒരു കോണ്ടെക്സ്റ്റ്? എൽദോ, ഇത് കുട്ടികളുടെ, അതായത് കൊച്ചി രൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളുടെ പരിപാടി കാറ്റഗറിസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന പരിപാടിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഇത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ പരിപാടി നടക്കുകയും ചെയ്തത്. കൊച്ചി രൂപത ബിഷപ്പാണ് ജോസഫ് കരിയിൽ. അദ്ദേഹം നിലവിൽ എമിറേറ്റ്സ് എന്ന പദവിയിലേക്കാണ്, കാരണം അദ്ദേഹം അതിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. എമിറേറ്റ്സ് എന്ന പദവിയിലാണ് തുടരുന്നത്. എങ്കിൽ കൂടിയും അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ പുതുതായി വന്നിരിക്കുന്ന സിനിമകൾ, അതിലെ ഒരു പ്രവണതകൾ, ഇതിന് നിശിതമായി തന്നെ അദ്ദേഹം വിമർശിക്കുകയാണ്. പ്രത്യേകം പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ
ആവേശം സിനിമയിൽ അടി പിടി കുടി ഇതാണുള്ളത്. അതിൽ മദ്യപാനവും മറ്റും കാര്യങ്ങളുമാണ് പ്രധാനമായും തന്നെ ഫോക്കസ് ചെയ്യുന്നത്. അതിൽ എഴുതി കാണിക്കുന്നു മദ്യപാനം തെറ്റ്, അങ്ങനെയുള്ള ചില അറിയിപ്പുകൾ മാത്രമാണ് അത്തരം കാര്യങ്ങളിലുള്ളത്. ഇവര് ഈ പഠനത്തിനായി വിദ്യാർത്ഥികൾ ബാംഗ്ലൂരിലേക്ക് മറ്റും പോകുന്നുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്നത് എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തെറ്റായ ഒരു സന്ദേശങ്ങൾ നൽകുന്ന കീഴ്വഴക്കങ്ങളിലേക്ക് സിനിമകൾ കടന്നു പോകുന്നു. സൂപ്പർ ഹിറ്റുകളാണ്, ജനപ്രിയമാകുന്നു, ഇതെല്ലാം തന്നെ ശരിയാണ്. പക്ഷെ അതിൽ നല്ല സന്ദേശങ്ങളില്ല എന്ന് പറയുന്നു അദ്ദേഹം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയും ഉദാഹരിക്കുന്നുണ്ട്. കൂട്ടായ്മയുടെ സന്ദേശം നൽകുന്നു. ഒരു സുഹൃത്ത് അപകടത്തിൽപ്പെടുമ്പോൾ അത് രക്ഷിക്കാൻ ഏതറ്റം വരെ ചെല്ലാവുന്ന സുഹൃത്തുക്കളുടെ ഒരു സ്നേഹമെല്ലാം തന്നെ അതിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിലും അതിൽ മറന്നു പോകരുത്. മദ്യപാനമാണ് തുടക്കം മുതൽ ഒടുക്കം വരെ അതിലുണ്ടാകുന്നത്. അതിന്റെ പരിസമാപ്തിയാണ് അതിൽ ഒരാൾ കുഴിയിലേക്ക് വീഴുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ അടയാളപ്പെടുത്തി പോകുന്നുണ്ട്. അത്തരം സിനിമകൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിൽ നല്ലതായി ഒന്നും തന്നെ നീക്കിവെക്കുന്നില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ സിനിമകളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തന്നെ പ്രസംഗം ചുരുക്കുകയും ചെയ്യുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പുതിയ സിനിമകൾക്ക് എതിരെയാണ് ബിഷപ്പ് ജോസഫ് കരിയിലിന്റെ സന്ദേശം. മലബാറിൽ സീറ്റില്ല എന്നത് എല്ലാ കൊല്ലവും ഉയർത്തുന്ന ആരോപണമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഒന്നാം അലോട്ട്മെന്റ് നടക്കുന്നതിന് മുൻപ് തന്നെ സീറ്റില്ല എന്നാണ് പ്രചാരണം. എല്ലാ കുട്ടികൾക്കും പ്രവേശനം ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇനി ന്യൂസ് 18 അഭിമാനമുള്ളൊരു വാർത്തയിലേക്കാണ്. എൻഡോസൾഫാൻ ദുരിതബാധിതയ്ക്ക് ആവശ്യപ്പെട്ട 1 ലക്ഷം രൂപ അത് കൈമാറാൻ തയ്യാറായി കാറടുക്ക അഗ്രികൾച്ചർ സൊസൈറ്റി. ന്യൂസ് 18 വാർത്തയാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് എത്തിച്ചത്. 2 ലക്ഷം രൂപ നിക്ഷേപമുണ്ടായിരുന്ന ലക്ഷ്മി 1 ലക്ഷം രൂപ ആവശ്യപ്പെട്ട് ഈ സൊസൈറ്റിയെ സമീപിച്ചുവെങ്കിലും അന്ന് 5000 രൂപ മാത്രമാണ് നൽകിയത്. ലക്ഷ്മിയുടെ പരാതി ന്യൂസ് 18 വാർത്തയാക്കി. ഇതേ തുടർന്ന് ജില്ലാ കളക്ടർ ഇടപെട്ടു. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ തുക ലക്ഷ്മിയുടെ കൈകളിലേക്ക് എത്തുകയും ചെയ്തു. ന്യൂസ് 18 ഇമ്പാക്ട്. CPM നിയന്ത്രണത്തിലുള്ള കാറടുക്ക സൊസൈറ്റിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതയായ ലക്ഷ്മി 2.5 ലക്ഷം രൂപയാണ് നിക്ഷേപം വെച്ചിരുന്നത്. ഇവരുടെ സഹോദരി ക്യാൻസർ ബാധിച്ച് അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഈ ആവശ്യത്തിനാണ് ഇവർ പണം പിൻവലിക്കാൻ ബാങ്കിലെത്തിയത്. പക്ഷേ അവർക്ക് 1000 രൂപ നൽകാമെന്നാണ് ബാങ്ക് അധികൃതർ നൽകിയ മറുപടി. അവസാനം 5000 രൂപ മാത്രം ഇവർക്ക് നൽകി. ഈ നിസ്സഹായാവസ്ഥയാണ് ന്യൂസ് 18 വാർത്തയാക്കിയത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട ജില്ലാ കലക്ടർ നേരിട്ട് വിഷയത്തിൽ ഇടപെടുകയും ഇവർക്കുള്ള തുക ഇത്തരത്തിൽ ഇവരുടെ വീട്ടിൽ പോയി കൈമാറുകയായിരുന്നു. 1 ലക്ഷം രൂപ ഇവർക്ക് ഇത്തരത്തിൽ വീട്ടിൽ പോയി കൈമാറി. എന്തായാലും ഈ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 4,75,00,000 രൂപയുടെ തട്ടിപ്പാണ് നടന്നത്. ഇതിൽ പ്രധാനമായും ഇതിൽ സെക്രട്ടറിയാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയത്. ഇയാൾ ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. കർമ്മന്തൊടിയുള്ള രതീഷ് എന്ന സെക്രട്ടറിയാണ് ഇത്തരത്തിൽ തട്ടിപ്പെടുത്തിയത്. ഈ കേസിൽ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രധാന പ്രതി ഇപ്പോഴും ഒളിവിൽ തന്നെയാണ്. പല നിക്ഷേപരും ഇത്തരത്തിൽ ആശങ്കയിലാണ്. ഏതായാലും CPM ഇവർക്ക് പണം തിരിച്ച് നഷ്ടമുണ്ടാവില്ല, നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോഴും നമ്മൾ കാണുന്നത് എൻഡോസൾഫാൻ ദുരിതബാധിത ഉൾപ്പെടെ ഇത്തരത്തിൽ പണത്തിനായി ബാങ്കിൽ കയറി ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വലിയ ആശ്വാസ വാർത്ത തന്നെയാണ് ഇത്. ഈ ആരും തുണയില്ലാത്ത ഇവർക്ക് ഇത്തരത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് പണം അനുവദിച്ചിരുന്നത്. ആ പണമാണ് ബാങ്കിൽ എത്തിയപ്പോൾ നൽകാൻ ബാങ്ക് വിസമ്മതിച്ചത്. എന്തായാലും ഈ പണം ഇപ്പോൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇവരുടെ സഹോദരി ഇപ്പോഴും ചികിത്സയിലാണ്. എന്നാലും 1 ലക്ഷം രൂപ ജില്ലാ കലക്ടർ നേരിട്ടെത്തിയാണ് ഇവർക്ക് കൈമാറിയിരിക്കുന്നതും. KV ബൈജു ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതും അതിന്റെ ഇമ്പാക്റ്റിന്റെ വിവരങ്ങൾ പങ്കുവച്ചതും. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിൽ വെടിയുണ്ടയുമായി യാത്രക്കാരൻ പിടിയിലായി. ഇൻഡിഗോ വിമാനത്തിൽ പൂനെയ്ക്ക് പോകാനെത്തിയ മഹാരാഷ്ട്ര സ്വദേശി യാഷറൻ സിംഗ് ആണ് പിടിയിലായത്. ഇയാളുടെ ബാഗേജ് സ്ക്രീൻ ചെയ്തപ്പോഴാണ് വെടിയുണ്ട കണ്ടെത്തിയത്. പോലീസിന് കൈമാറിയ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. തൃശൂർ വെള്ളറക്കാട് 14കാരൻ മുങ്ങി മരിച്ചു. പാടത്ത് കൃഷിക്കായി തയ്യാറാക്കിയ കുഴിയിലാണ് മുങ്ങി മരിച്ചത്. വെള്ളത്തിൽ വീണ കൂട്ടുകാരനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ചാലക്കുടിയിൽ ഓടിക്കൊണ്ടിരുന്ന KSRTC ബസ്സിന് തീപിടിച്ചു. ദേശീയപാതയിൽ മുരിങ്ങൂർ ജംഗ്ഷന് സമീപമാണ് ഇന്നലെ രാത്രി സംഭവമുണ്ടായത്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന
സഞ്ചാരി ബസിന്റെ എഞ്ചിൻ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. ബൈക്ക് യാത്രക്കാരനാണ് പുകയുയർന്ന വിവരം അറിയിച്ചത്. ഉടൻ തന്നെ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ വലിയൊരു ദുരന്തം അതൊഴിവായി. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കുകയായിരുന്നു. ഇതിനിടെ കോഴിക്കോട് കൊടുവള്ളിയിൽ നിയന്ത്രണം വിട്ട ബസ് കടയിലേക്ക് ഇടിച്ചു കയറി നിരവധി പേർക്ക് പരിക്കേറ്റു. കൊടുവള്ളി മദ്രസ ബസാർ വളവിൽ രാവിലെ 7:15 അപകടം. ബംഗളൂരുവിൽ നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്ലീപ്പർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസ് കാത്തുനിന്ന 2 പേർക്കും റോഡിന്റെ ഇടതുവശത്ത് നിന്ന ബൈക്ക് യാത്രികനും ബസ്സിലുണ്ടായിരുന്ന 8ഓളം പേർക്കുമാണ് പരിക്കേറ്റത്. 2 പേരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും മറ്റുള്ളവരെ കൊടുവള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. നമസ്കാരം. ഫോൺ കോളുകൾ തടസ്സപ്പെടുത്തിയെന്ന് ആരോപിച്ച് ജമ്മുകാശ്മീരിലെ PDP നേതാവ് മെഹബൂബ മുഫ്തി. അന്തനാദ് മണ്ഡലത്തിലെ പോളിംഗ് നടക്കുന്നതിനിടെ മൊബൈൽ വിളി തടസ്സപ്പെടുത്തിയെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി PDP പ്രവർത്തകരെയും പോളിംഗ് ഏജന്റുമാരെയും പോലീസ് തടങ്കലിൽ വെക്കുകയാണെന്നും പാർട്ടി ആരോപിച്ചിരുന്നു. രാജ്യം വിട്ട ജനതാദൾ MP പ്രജ്വൽ രേവണ്ണയുടെ നയതന്ത്ര പാസ്പോർട്ട് റദ്ദാക്കാതിരിക്കാൻ പ്രജ്വലിനോട് കാരണം തേടി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. പാസ്പോർട്ട് റദ്ദായാൽ പ്രജ്വൽ ഒളിവിൽ കഴിയുന്ന വിദേശ രാജ്യത്തെ അനധികൃത താമസക്കാരനാവും. ബ്ലൂ കോർണർ നോട്ടീസ് ഇന്റർപോൾ 196 രാജ്യങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. രാമേശ്വരം കഫേ സ്ഫോടന കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. ഷൊയ്ബ് അഹമ്മദ് മിർസിയാണ് NIA പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 5ആയി. കർണാടകയിലെ ഹുബ്ബാലി സ്വദേശിയായ മിർസിയെ 4 സംസ്ഥാനങ്ങളിലായി നടത്തിയ തിരച്ചിലിലാണ് പിടികൂടിയത്. അപകീർത്തി കേസിൽ മേധ പട്കർ കുറ്റക്കാരിയെന്ന് കോടതി. 2001 ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന നൽകിയ കേസിലാണ് ഡൽഹി കോടതിയുടെ വിധി. മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് കേസ്. പശ്ചിമ ബംഗാളിലെ ഈസ്റ്റ് മിഡ്നാപൂരിൽ വോട്ടെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കൊല്ലപ്പെട്ടു. TMC BJP പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. TMCയുടെ പ്രാദേശിക നേതാവായ ഷെയ്ഖ് മൊയ്ബുൾ ആണ് മരിച്ചത്. ദേശീയ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം. നോക്കാം സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6610, പവന് 52,880. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5520, പവന് 44,160. വെള്ളി ഗ്രാമിന് 96 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്തയുടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.